ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിജു വാലെ 2.0. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് AFS കുട്ടികൾ. AFS എന്ന് പറയുമ്പോൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് +2 അക്കൗണ്ടൻസി എക്സാം ആണ് മൺഡേ. അപ്പോൾ +2 അക്കൗണ്ടൻസി എക്സാമിനോടനുബന്ധിച്ച് AFS കുട്ടികൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ബോത്ത് പ്രോബ്ലംസ് പ്ലസ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം, AFSൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ AFSൽ നിന്ന് നിങ്ങൾക്ക് 40ൽ ഒരു 10-25-30 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യണം. കാരണം എന്താണ്, 80ലാണ് നിങ്ങളുടെ അക്കൗണ്ടൻസി പേപ്പർ വരിക. 40 മാർക്ക് ഫ്രം AFSൽ നിന്നും 40 മാർക്ക് നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ബുക്കിൽ നിന്നുമാണ് വരിക, പാർട്ട് എയിൽ നിന്നും. അങ്ങനെ 80ലാണ് നിങ്ങളുടെ എക്സാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഇല്ല, വൈവ ക്വസ്റ്റ്യൻസ് ഇല്ല, ലാബ് ഇല്ല. പക്ഷേ അതിനൊക്കെ പകരം നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് ഉണ്ട് പഠിക്കാനായിട്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങണം? A+ വിന്നേഴ്സിനാണ് ചോദിക്കുന്നത്. മിസ്റ്റർ A+ൻ്റെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. A+ൽ നിങ്ങൾക്ക് 80ൽ ഒരു 70 മാർക്ക് നിങ്ങൾ വാങ്ങണം. നിങ്ങളുടെ +1 മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷവും കൂട്ടിയിട്ട്, അതായത് +1ഉം +2ഉം കൂട്ടിയിട്ട് 190 ആണ് നമ്മുടെ എന്ത് വാങ്ങാനുള്ളത്, A+ വാങ്ങാനുള്ള ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. സോ 190 എന്ന് പറയുന്നത്, 190 അല്ല 180 ആണ്. 180 ആണ് നമുക്ക് A+ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വാങ്ങണം? നിങ്ങളൊരു 70 മാർക്കോളം. ഓക്കെ, അപ്പോൾ 180 മാർക്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് C മാർക്ക് +1ലും +2ലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 70 മാർക്സ് എങ്കിലും നിങ്ങൾ വാങ്ങിയിരിക്കണം. ഇനി +1ൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവാം, 80ൽ 70 എബോവ് കിട്ടിയ കുട്ടികളുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ +2 ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റാണ് AFS. മിസ് ഇതിൽ പ്രോബ്ലംസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞ് ഓരോ പ്രോബ്ലം നമുക്കിതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് AFS ബുക്കിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മിസ് പറയുന്നത് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പ്രോബ്ലംസ്? നിങ്ങളിപ്പോൾ എന്താ പറയുക, AFSൽ നമുക്കൊരു 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 6 ചാപ്റ്റേഴ്സിലും നമുക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 6 ചാപ്റ്റർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റയർ ക്വസ്റ്റ്യൻ ആണ്. റയർ എന്ന് പറയുമ്പോൾ ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ വന്നിരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ജേർണൽ എൻട്രീസ് നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മിസ് എടുത്തിരിക്കുന്നത് പ്രോബ്ലംസ്. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നമുക്കൊരു മോഡലിനെ വെച്ചിട്ട് വേണം നമുക്കിനി ഫൈനൽ എക്സാം പഠിക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ജേർണൽ എൻട്രീസ് ഓഫ് ഇഷ്യൂയിങ് ഓഫ് ഷെയർസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫോർഫീറ്റഡും റീഇഷ്യൂം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കണം, 5 മാർക്കിൻ്റെ. ഇത് ഈ ഇക്വേഷൻസ് അല്ല, ജേർണൽസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 മാർക്ക് എങ്ങനെയും. അതിൽ ജേർണൽസ് കാണാപ്പാഠം പഠിച്ചാലും മതി. അതിൽ മെയിനായിട്ടൊരു നമുക്കൊരു ടഫ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ, റീഇഷ്യൂ ചെയ്യുമ്പോൾ അപ്പോൾ കൊടുക്കാത്ത എമൗണ്ട് ഏതാണ്, കൊടുത്ത എമൗണ്ട് ഏതാണ്, അങ്ങനെയുള്ളൊരു ഇഷ്യൂ ആണ് നമുക്ക് അവിടെ വരുള്ളൂ. അതാണ് നമുക്കൊരു കോംപ്ലിക്കേഷൻ. അല്ലാത്ത ജേർണൽ എൻട്രീസ് എല്ലാം നമ്മൾ കാണാപ്പാഠം പഠിക്കുക എന്നല്ലാതെ വേറെ ഒരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടും അവിടെ വരുന്നില്ല. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നും പറ്റാത്ത കുട്ടികൾ, ഇപ്പം എമൗണ്ടുകളൊന്നും അറിയുന്നില്ല മിസ് എന്നുള്ളത് ടെൻഷൻ അടിക്കാതെ എന്ത് ചെയ്യുക, ആ ജേർണൽ എൻട്രീസ് പഠിച്ചു വെക്കുക. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ, അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ, ഡ്യൂ ചെയ്യുമ്പോൾ, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ, ഫോർഫീറ്റഡ്, കോൾസ് ഇൻ ഏരിയാസ്, അതുപോലെ തന്നെ റീഇഷ്യൂ, ഇതിൻ്റെ ഒക്കെ ജേർണൽസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് വൈസ് ഉണ്ടാവും. ആ ജേർണൽ എൻട്രീസ് പഠിച്ച് ജേർണൽ എൻട്രീസെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് റേഷ്യോസ് നമുക്ക് ഇതുപോലെ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അറിയാം, അതിൽ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം പോലെ നമ്മളെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് തന്നെ ഒരു 10-12 ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 20-25 ക്വസ്റ്റ്യൻസോളം റേഷ്യോസ് തന്നെ ഉണ്ട് ടെക്സ്റ്റിൽ. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റേഷ്യോസ് ആണ് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് റേഷ്യോ അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഈ റേഷ്യോസ് പഠിക്കുക. ഇതിലേതേലും ഒരു 4 നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാനായിട്ട് വരാറുള്ളൂ. ഓക്കെ, ദെൻ പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് കമ്പാരേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ആണ്.
അഗെയിൻ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കമ്പാരേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കമ്പാരേറ്റീവ് ബാലൻസ് ഷീറ്റോ. ബാലൻസ് ഷീറ്റ് അങ്ങനെ വരാറില്ല, സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വരാറ്. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കോമൺ സയൻസ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമിന് വരുള്ളൂ, രണ്ടും കൂടി ഒരുമിച്ച് എക്സാമിന് വരാറില്ല. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തരും. ഒന്നുകിൽ കമ്പാരേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ കോമൺ സയൻസ് ആവാം. രണ്ടും 5 മാർക്ക്. 5 മാർക്കിൻ്റെ അപ്പുറത്തോട്ട് പോവാറില്ല, കുറയാറുമില്ല. 5-ൽ 6-ലേക്കും പോവാറില്ല, 4-ലേക്കും പോവാറില്ല. അങ്ങനെ 4 പ്രോബ്ലംസ് ആണ് നിങ്ങൾ മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടത്. ദെൻ പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 3 മാർക്കിൻ്റെ ഡിബഞ്ചർ റെഡീം ചെയ്യണതിൻ്റെ ജേർണൽസ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീം അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീം അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീം അറ്റ് പാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ജേർണൽസ് ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസിൽ. ആ ജേർണൽ എൻട്രീസ് കാണാപാഠം പഠിച്ചത് 3 മാർക്കിന് പോകാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ദെൻ ഇതിൽ കൂടാതെ തന്നെ നമുക്ക് 3 മാർക്കിന് ഫോർഫീറ്റ് ചെയ്തു, റീഇഷ്യൂ നടത്തിയെന്ന് പറഞ്ഞിട്ടും നമുക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ. അങ്ങനെ അത്രയും പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ തന്നെ നമുക്കൊരു 10-20 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആയി. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾ തിയറീസിന് ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. തിയറീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിയറീസ് ഉള്ള ബുക്കാണ് നമ്മുടെ AFS. എന്നാൽ ഈ തിയറീസൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് മാത്രമല്ല, നല്ല രീതിയിൽ എളുപ്പമുള്ളതാണ്. എല്ലാത്തിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു വയ്ക്കണം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ, അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, അതിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് എല്ലാം ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നതും ഒരേപോലെ സെയിം ആസ് ആണ് എല്ലാം. ദെൻ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. നമുക്കിത് 5 മാർക്കിലേക്ക് പോവാറുണ്ട്, 3 മാർക്കിലേക്കും പോവാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എളുപ്പമാണ്. ഷെയറും ഡിബഞ്ചറും ഒന്ന് ഓൺ ദ ഫണ്ടാണ്, ഒന്ന് ബോറോഡ് ഫണ്ടാണ്. രണ്ടും ലോങ് ടേം തന്നെയാണ്. പക്ഷേ ഡിവിഡൻഡ് കിട്ടും, ഇവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇവരെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും, ഡിബഞ്ചറിനെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. ഇവർക്ക് ഡിവിഡൻഡ് ആണ്, ഫിക്സ്ഡ് റേറ്റ് അല്ല. ഇവർക്ക് ഫിക്സ്ഡ് റേറ്റ് ആണ്. ഇവരെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും, ഇവരെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റില്ല. ഇവർക്കാണ് ആദ്യം, ഇവർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനിയാണ്, ഇവർ ഓണേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. ഇവർക്കാണ് നമ്മൾ ആദ്യം റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കൊടുക്കുക, ഇവർക്ക് അവസാനമാണ് കൊടുക്കുക. ഇവർക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ ഒന്നും കൊടുക്കണ്ട, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, വോട്ടിംഗ് റേറ്റ് ഇല്ല. ഷെയർസിന് എന്താണ് വോട്ടിംഗ് റേറ്റ് ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് കൂടിയാലും അവർക്ക് ഹയർ ഇൻകം കിട്ടും. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഒരു ഡിഫറൻസസ് പഠിക്കാം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മിസ് പ്രോബ്ലം ഇട്ടിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ഫോർമാറ്റ് മാത്രം ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാം, 3rd ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ അസറ്റ് എന്നുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കുക. ഒപ്പം തന്നെ നമ്മുടെ കമ്പാരേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് നോക്കുക. ആ ഫോർമാറ്റുകൾ ഒരു ഏകദേശം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിച്ചാൽ അത്രയും ബെറ്ററാണ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. മിസ് അഡ്വാൻറ്റേജസ് എല്ലാത്തിൻ്റെയും പഠിക്കാൻ പറഞ്ഞു. ലിമിറ്റേഷൻസ് ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പഠിക്കാവുന്ന ഒരു തിയറി എന്ന് പറയുന്നത് അവിടെ 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. അതിൽ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും, എങ്ങനെയൊക്കെ കാശ് നമുക്ക് വരുന്നു. ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ ക്യാഷ് പോകുന്നു, ഔട്ട്ഫ്ലോ ആക്ടിവിറ്റീസ്. അപ്പോൾ ഓപ്പറേറ്റിങ്ങിൽ ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഫിനാൻഷ്യലിൽ ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ 3 എണ്ണത്തിലും ഇൻവെസ്റ്റിങ്ങിലും ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നമുക്കൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ദെൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. നമുക്കറിയാവുന്നതാണ് ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോസ്, അതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ല, കമ്പാരേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ്, ദെൻ റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ്. ഓക്കെ. ദെൻ ഐറ്റംസ് ദാറ്റ് കം അണ്ടർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇത് നമ്മുടെ 3rd ചാപ്റ്റർ ആണ്. 3rd ചാപ്റ്ററിൽ നമ്മൾ ഫിനാൻഷ്യലിലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നതിൽ അണ്ടറിൽ എന്തൊക്കെ വരാം, അവരുടെ ക്യാപിറ്റൽ വരാം, റിസർവ്സ് ആൻഡ് സർപ്ലസ്, റീറ്റേൺഡ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കംപ്ലീറ്റ് എന്തൊക്കെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അണ്ടറിൽ എഴുതാം, അതൊക്കെയാണ് അതിൻ്റെ ആൻസർ. ദെൻ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് 2nd ചാപ്റ്റർ ആണ്. റെഡീമബിൾ ഡിബഞ്ചർ, ഇറഡീമബിൾ, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, അങ്ങനെയുള്ള ഡിബഞ്ചറിൻ്റെ ടൈപ്സുകൾ പഠിക്കണം. എന്താണ് ESOP? ഇതെന്താണ്? ഇതിൻ്റെ ഫുൾ ഫോം എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ഇതെന്താണെന്ന് എഴുതിയ 1 മാർക്ക്, അങ്ങനെ 2 മാർക്സിനാണ് ചോദിക്കുക. ESOP എന്ന് വെച്ചാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നാണ്. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം.
എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നല്ല കാലിബറായ ഹൈലി നല്ല എഫക്റ്റീവായ എംപ്ലോയീസിന് നമ്മുടെ കമ്പനിയിൽ ഷെയർസ് കൊടുക്കുന്ന ഒരു രീതിയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയാം. ഓക്കെ, അത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് പോർഷൻ, ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് കുറച്ച് ടേംസുകൾ അവിടെ ഉണ്ട്. അതിലെല്ലാ ടേംസുകളും ഒന്ന് ഓടിച്ചു പോകണം. അതിൽ ESOP നന്നായി പഠിക്കുക. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. അതിൻ്റെ ഒപ്പം ഉള്ളതാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി നോക്കണം. അതായത് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർ നമ്മൾ തന്നെ തിരിച്ച് വാങ്ങാം. നമ്മൾ തന്നെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുന്നതിനാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ഇവിടെ റൈറ്റ് ഇഷ്യൂ എന്താണെന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിന് ചോദിക്കും. ദെൻ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ, ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാപിറ്റലിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. 10 കോടി രൂപയാണ് ഓതറൈസ്ഡ് എങ്കിൽ അതിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക 8 കോടി ആയിരിക്കും. അപ്പോൾ 8 കോടി രൂപയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, 10 കോടി രൂപയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റലായി, ഇഷ്യൂഡ് ക്യാപിറ്റലായി. ദെൻ ആ ഇഷ്യൂവിൽ നിന്ന് നമ്മൾ കോൾ ചെയ്തത് ഒരു 5 കോടിയാണ്. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ 5 ആണ്. അൺകോൾഡ് ക്യാപിറ്റൽ എത്രയാണ്? 3 ആണ്. കാരണം 8 കോടിയിൽ നിന്ന് 5 നമ്മൾ ഇഷ്യൂ കോൾ ചെയ്തുള്ളൂ, ബാക്കി 3 കോൾ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതും ചെയ്യാത്തതുമായ ക്യാപിറ്റൽസ് ഉണ്ട്. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ദെൻ എന്താണ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ദർ. അങ്ങനെയുള്ള കംപ്ലീറ്റ് ഫീച്ചേഴ്സ്, ഒരു 4-5 ഫീച്ചേഴ്സും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ AFS പോർഷനിൽ നിന്ന് പഠിക്കേണ്ടത്. മിസ് പറഞ്ഞതുപോലെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മാക്സിമം ഒരു 50-60 മാർക്ക് നിങ്ങൾക്ക് ഒപ്പിക്കണം. അപ്പോൾ 30 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വാങ്ങിയാലും ദർ ഈസ് നോ ഇഷ്യൂ. 2ലും 1 വേർഡുകളുണ്ട്, 2 മാർക്സ് ഉണ്ട്, 5 മാർക്സ് ഉണ്ട്, 8 മാർക്ക് ഉണ്ട്. സോ എല്ലാത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി മോഡൽ എക്സാമിന് പഠിച്ച് കഴിയാത്ത സ്റ്റുഡൻസ് ടെൻഷൻ ആവാതെ നമുക്ക് ഫൈനൽ എക്സാമും കൂടി നോക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.